അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സാലിഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയായ സമൂദ് ഗോത്രത്തെ ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് തൻ്റെ പ്രവാചക ദൗത്യം ആരംഭിച്ചതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ ജനത പറഞ്ഞു, സാലിഹേ, നീ നല്ല മനുഷ്യനായിരുന്നല്ലോ, ഞങ്ങൾക്ക് നിന്നിൽ വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ നീ ഇപ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാർ കാലങ്ങളായി ആരാധിച്ചു പോന്ന ദൈവങ്ങളെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഏകദൈവത്തെ മാത്രം ആരാധിക്കാൻ ഞങ്ങളെ ഉപദേശിക്കുന്നു. ഞങ്ങൾക്കത് സ്വീകാര്യമല്ല. അപ്പോൾ സാലിഹ് നബി അവരോട് പറഞ്ഞു, എൻ്റെ റബ്ബ് എനിക്ക് വ്യക്തമായ നേർവഴി കാണിച്ചു തന്നിട്ട് പിന്നെ ഞാൻ അവൻ്റെ കൽപ്പനകൾ ലംഘിക്കുകയാണെങ്കിൽ ആരാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുക? ഈ കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്ന 62, 63 ആയത്തുകളിൽ പറയുന്നത്. ആദ്യം 61 ആയത്ത് നോക്കാം. ഖാലൂ യാ സ്വാലിഹു ഖദ് കുൻത ഫീനാ മർജൂവൻ ഖബ്ല ഹാദാ അതൻഹാനാ അൻ നഅ്ബുദ മാ യഅ്ബുദു ആബാഉനാ വഇന്നനാ ലഫീ ശക്കിൻ മിമ്മാ തദ്ഊനാ ഇലൈഹി മുരീബ്. ഖാലൂ, അവർ പറഞ്ഞു, ഏകദൈവ വിശ്വാസത്തിലേക്കുള്ള സ്വാലിഹ് നബിയുടെ ക്ഷണത്തിന് മറുപടിയായിക്കൊണ്ട് അവർ പറഞ്ഞു, യാ സ്വാലിഹേ, ഖദ് കുൻത ഫീനാ മർജൂവൻ ഖബ്ല ഹാദാ, നീ ഇതിനു മുമ്പ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഏറെ പ്രതീക്ഷയുള്ളവനായിരുന്നല്ലോ. മർജൂവൻ എന്നാൽ പ്രതീക്ഷ നൽകിയവൻ, പ്രതീക്ഷയുള്ളവൻ എന്നാണ് അർത്ഥം. വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള എല്ലാവരും ഇഷ്ടപ്പെട്ട ഉന്നത നിലവാരവും സ്വഭാവമുള്ള വ്യക്തിയായിരുന്നല്ലോ നീ. നിന്നെ ഞങ്ങളുടെ നേതാവാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതായിരുന്നു ഇതുവരെ. എന്നിട്ടിപ്പോൾ തൻഹാന, നീ ഞങ്ങളെ തടയുകയാണോ? അന്നഅ്ബുദ, ഞങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന്, മാ യഅ്ബുദു ആബാഉന, ഞങ്ങളുടെ പിതാക്കന്മാർ പൂർവികന്മാർ ആരാധിച്ചു പോന്നതിനെ, ഞങ്ങളുടെ പൂർവികന്മാർ ആരാധിച്ചു പോന്നതിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. അത് വേണ്ടെന്ന് പറയുകയാണോ നീ? നീ ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ലവനായിരുന്നു, നീ ഞങ്ങളുടെ നേതാവാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ആരാധിച്ചു പോന്ന ദൈവങ്ങളെ ഒഴിവാക്കണമെന്നും അവയെ ഞങ്ങൾ ആരാധിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് നീ ഞങ്ങളുടെ ശത്രുവായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവരുടെ പൂർവ്വപിതാക്കളുടെ മതം ഏകദൈവ വിശ്വാസമായിരുന്നു. എന്നാൽ അവരിൽ നിന്ന് തലമുറകളായി സത്യവിശ്വാസം കൈമാറി വന്നപ്പോൾ അത് അനാചാരത്തിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും വഴിമാറുകയായിരുന്നു. ഒടുവിൽ ഒരു തലമുറയിൽ ഏകദൈവ വിശ്വാസം ഇല്ലാതാവുന്ന സന്ദർഭത്തിലാണ് അള്ളാഹു പ്രവാചകന്മാരെ അവരിലേക്ക് അയക്കുന്നത്. പക്ഷേ അപ്പോൾ അവർ തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ ചെയ്തതിനെതിരായി ഞങ്ങളൊന്നും ചെയ്യുകയില്ല എന്ന് വാശി പിടിക്കുന്നു. ഇന്നനാ ലഫീ ശക്കിൻ, തീർച്ചയായും ഞങ്ങൾ സംശയത്തിലാണ്. അവർ സ്വാലിഹ് നബിയോട് പറയുകയാണ്, തീർച്ചയായും ഞങ്ങൾ സംശയത്തിലാണ്. മിമ്മാ തദ്ഊന ഇലൈഹി, ഏതൊന്നിലേക്ക് നീ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുവോ അതിനെക്കുറിച്ച്. മുരീബ്, ആശങ്കയുണ്ടാക്കുന്നത്, ഞങ്ങളിൽ സന്ദേശവും ആശങ്കയും ഉണ്ടാക്കുന്ന കാര്യത്തിലേക്കാണ് നീ ഇപ്പോൾ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സമൂഹത്തിലെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ നല്ല മനുഷ്യർ പ്രതികരിക്കുമ്പോൾ ആ സമൂഹം തങ്ങളുടെ കാരണവന്മാരായി ചെയ്തു വന്ന കാര്യങ്ങളാണിത്, ഇതൊന്നും ഉപേക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്നത് എല്ലാ കാലത്തും കാണുന്ന പ്രവണതയാണ്. സമൂദ് സമുദായം പറഞ്ഞതിനുള്ള മറുപടിയായിക്കൊണ്ട് അവരുടെ പ്രവാചകൻ സ്വാലിഹ് നബി അവരോട് പറയുകയാണ്, قال يا قوم أرأيتم إن كنت على بينة من ربي وآتاني منه رحمة فمن ينصرني من الله إن عصيت فما تزيدونني غير تخسير. قال, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനമേ, അറഅയ്തും, നിങ്ങൾ എന്തു പറയുന്നു? നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ തെളിവിൽ നിലകൊള്ളുന്നുവെങ്കിലോ? എൻ്റെ റബ്ബ് എനിക്ക് വ്യക്തമായ തെളിവ് ദിവ്യബോധനത്തിലൂടെ നൽകിയിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിലകൊള്ളുന്നതും നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നതും. വആതാനി മിൻഹു റഹ്മത്തൻ,
അവൻ്റെ കാരുണ്യം, അനുഗ്രഹം എനിക്കവൻ നൽകുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിൻ്റെ സവിശേഷമായ കാരുണ്യത്താൽ ഞാൻ ഈ ദൗത്യ നിർവഹണത്തിന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ ഫമൻ യൻസുറുനി, ആരാണ് എന്നെ രക്ഷപ്പെടുത്തുക? മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന്. ഇൻ അസ്വൈത്തുഹു, ഞാൻ അവനെ ധിക്കരിച്ചാൽ. അള്ളാഹുവിൽ നിന്നുള്ള വ്യക്തമായ തെളിവ് ലഭിച്ചിട്ടും ഞാൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കെതിരിൽ പ്രവർത്തിച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ആർക്കും എന്നെ രക്ഷപ്പെടുത്താനാവില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ, നിങ്ങളെപ്പോലെ അള്ളാഹുവിനെ ധിക്കരിക്കാൻ എനിക്ക് കഴിയില്ല. ഫമാ തസീദൂനനി ഗൈറ തഖ്സീർ, നഷ്ടമല്ലാതെ മറ്റൊന്നും നിങ്ങൾ എനിക്ക് വർദ്ധിപ്പിക്കുകയില്ല. നിങ്ങൾ എനിക്ക് നഷ്ടം അധികരിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. നിങ്ങളുടെ നിലപാടിനനുസരിച്ച് നിങ്ങളോടൊപ്പം ചേരുന്ന പക്ഷം അതെനിക്ക് വമ്പിച്ച നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാക്കുക എന്നർത്ഥം. തുടർന്ന് സ്വാലിഹ് നബി ആ ജനതയ്ക്ക് മുമ്പിൽ അള്ളാഹുവിൽ നിന്നുള്ള അടയാളമായിക്കൊണ്ട്, അമാനുഷിക ദൃഷ്ടാന്തമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഒട്ടകത്തെ അവതരിപ്പിക്കുകയാണ്. എന്നാൽ ധിക്കാരികളായ ആ സമൂഹം അള്ളാഹുവിൻ്റെ ഒട്ടകത്തെ കൊന്നുകളഞ്ഞു. ഇക്കാര്യങ്ങൾ പറയുന്ന അടുത്ത 2 ആയത്തുകൾ ഇൻഷാ അള്ളാഹ് നാളെ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.